ദേ ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് ഒന്ന് ഗസ് ചെയ്യാമോ എന്ന്. എല്ലാവരുടെയും കമന്റ്സ് വളരെ രസകരമായിരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്, വിവാഹമായി അല്ലേ, ആ ചേട്ടന്റെ വായ്നോട്ടം, അങ്ങനെ രസകരമായ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഒന്നോ രണ്ടോ പേര് മാത്രം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. ദാറ്റ് ഈസ് ഹെൽമെറ്റ് ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എക്സാക്ട്ലി ഹെൽമെറ്റ് തന്നെയാണ്. കാരണം ബാംഗ്ലൂർ പോലെ ഇത്രയും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എങ്ങനെ ഇത്രയധികം ചട്ടിത്തലകൾ വന്നു? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഇതേപോലുള്ള ചട്ടിത്തലകൾ അവിടെ ഇവിടെയൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങും ഒരിടത്തും ഇത് കാണാനില്ല. കാരണം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ലോസ് അത്രയും സ്ട്രിക്റ്റ് ആക്കി. സാധാരണ നമ്മൾ ഈ കാഴ്ചകൾ കാണാറ് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഞ്ചിനീയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ തലയിലാണ്. പിന്നെ ഇവിടെ നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ബീഹാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലോ അല്ല നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഇത് കർണാടകയുടെ മോസ്റ്റ് പോപ്പുലർ അതായത് ഗാർഡൻ സിറ്റിയായ ബാംഗ്ലൂരുവിലാണ്. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കബൺ പാർക്കിന്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ. ഇതിന്റെ എൻഡിലാണ് ഇവിടുത്തെ ഹൈക്കോർട്ടും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വിധാൻ സൗദിയൊക്കെ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കും. ആ ഹൈക്കോർട്ടിന്റെ മുന്നിൽ കൂടി തന്നെ ഈ ചട്ടിത്തലയും വെച്ചുകൊണ്ട് ആളുകൾ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് ഹൈ സെക്യൂരിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും ട്രാഫിക് പോലീസും ഉണ്ട്. അവരാരും ഇതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി, ഈ കർണാടകയ്ക്ക് പ്രത്യേകിച്ച് ട്രാഫിക് റൂൾസ് ഒന്നും ഇല്ലേ? അതായത് ഹെൽമെറ്റ് റൂൾ ഇല്ലേ? നമ്മുടെ കേരളത്തിലുള്ളത് പോലെ കർണാടകയ്ക്കുണ്ട്. അതായത് 2 പേര് 2 വീലറിൽ കയറാൻ പാടുള്ളൂ. 4 വയസ്സ് കൂടുതലുള്ള എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യണം. അതും നല്ല ഫിറ്റ് ആയിട്ടിരിക്കണം. 20 to 25 mm തിക്നെസ് ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല ISA സ്റ്റാൻഡേർഡ് ആയിരിക്കണം ഹെൽമെറ്റ്. ഇതിൽ എക്സെപ്ഷൻ വരുന്നത് സിക്ക് പീപ്പിൾസിന് മാത്രമാണ്. ഇനി വേണമെങ്കിൽ ആളുകൾ പറയും കേരള സ്റ്റേറ്റിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് നിയമങ്ങൾ ഇത്രയും സ്ട്രിക്റ്റ് ആക്കുന്നതെന്ന്. അങ്ങനെ പറയുന്നവരോട് ഒന്നേ ഉള്ളൂ പറയാൻ, നിങ്ങളുടെ ഹെൽമെറ്റ് നിങ്ങളുടെ തല, വേണമെങ്കിൽ സൂക്ഷിച്ചോ.